أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال الله يا عيسى إني متوفيك ورافعك إلي ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم بينكم فيما كنتم فيه تختلفون. فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا والآخرة وما لهم من ناصرين. وأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم والله لا يحب الظالمين. ذلك نتلوه عليك من الآيات والذكر الحكيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. നാളെ അവൻ്റെ സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് സൂറത്ത് ആലി ഇമ്രാൻ അതിലെ 55 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ അദ്ദേഹം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആദർശമായി ജീവിത വ്യവസ്ഥിതിയായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒരു വിഭാഗം അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും മറുവിഭാഗം അദ്ദേഹത്തിനെ തള്ളിക്കളയുകയും ചെയ്തു. തള്ളിക്കളഞ്ഞ വിഭാഗം അദ്ദേഹത്തിനെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഗൂഢതന്ത്രം അവർ ആവിഷ്കരിച്ചു, എങ്ങനെയെങ്കിലും വകവരുത്തി കളയുക. കാരണം അതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കൊന്നുകളഞ്ഞു. ഇതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വധിച്ചു കളയുന്നതിന് വേണ്ടി അവർ ഗൂഢതന്ത്രം ആവിഷ്കരിച്ചു. പക്ഷേ അള്ളാഹു പറഞ്ഞു, അള്ളാഹു മറുഭാഗത്ത് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അള്ളാഹുവാണ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ഏറ്റവും അത്യുത്തമൻ. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ദിവസം. എങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ തന്ത്രം? ഈ ക്രൂരന്മാരായ ആളുകളുടെ കൈകളിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിച്ചത്? അള്ളാഹ് പറയുകയാണ്, ഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞത് ഒന്ന് താങ്കൾ ഓർക്കുക. അള്ളാഹു പറഞ്ഞത് താങ്കളൊന്ന് ഓർക്കുക. എന്താണ് അള്ളാഹു പറഞ്ഞത്? യാ ഈസ, ഓ ഈസാ നബിയെ, ഇന്നി മുതവഫീക, തീർച്ചയായും പൂർണ്ണമായി ഞാൻ താങ്കളെ ഏറ്റെടുക്കും. വറാഫിഉക ഇലയ്യ, എന്നിലേക്ക് താങ്കളെ നാം ഉയർത്തുകയും ചെയ്യും. വമുതഖിറുക മിനല്ലദീന കഫറു,
സത്യനിഷേധികളിൽ നിന്ന് താങ്കളെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്യും. وَجَاعِلُ الَّذِينَ اتَّبَعُوكَ فَوْقَ الَّذِينَ كَفَرُوا إِلَى يَوْمِ الْقِيَامَةِ നിന്നെ പിൻപറ്റിയവരെ ഖിയാമത്ത് നാൾ വരെ സത്യനിഷേധികൾക്കെതിരിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും, അവരുടെ ഏറ്റവും മുകളിലാക്കുകയും ചെയ്യും. മാത്രമല്ല തുമ്മ ഇലയ്യ മർജിഉക്കും, പിന്നീട് നിങ്ങളുടെ മടക്കം നമ്മുടെ അടുക്കലേക്കാണ്. ഖിയാമത്ത് നാളിൽ നമ്മുടെ അടുക്കലേക്ക് മുഴുവൻ ജനങ്ങളും മടങ്ങി വരും. ഫഅഹ്കുമു ബൈനകും ഫീമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, ഈ സമയത്ത് നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെ നാം അവിടെ പരിഹരിക്കും. അതിൽ തീർച്ചയായും ഒരു വിധിതീർപ്പ് നമ്മൾ നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ സമ്മാനമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയത്. ഒന്നാമത്തത് അല്ലാഹു പറഞ്ഞു, പൂർണ്ണമായി താങ്കളെ നാം ഏറ്റെടുക്കും. ഇവിടെ മുതവഫീക എന്ന് പറയുന്ന പദമാണ് അല്ലാഹു ഇവിടെ പ്രയോഗിച്ചത്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരോട് പറഞ്ഞു, ഇന്ന ഈസ ലം യമുത്. അവരെന്താ വാദിച്ചത്? ഞങ്ങൾ ഈസായെ കൊന്നു എന്നാണ് പറഞ്ഞത്. ഈസായെ കൊന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഈസ ലം യമുത്, ഈസാ നബിയെ നിങ്ങൾ കൊന്നിട്ടുമില്ല, ഈസാ നബി മരിച്ചിട്ടുമില്ല. വ ഇന്നഹു റാജിഉൻ ഇലൈക്കും ഖബല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് തന്നെ ഈസാ നബി ഇറങ്ങി വരും, മടങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് സംഭവിക്കണമല്ലോ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഖിയാമത്ത് വരുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങളുടെ അടുക്കലേക്ക് തന്നെ ഇറങ്ങി വരും. മരിച്ചാൽ എങ്ങനെയാപ്പാ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരിക? അതുകൊണ്ട് മരിച്ചിട്ടില്ല, നിങ്ങളുടെ അടുക്കലേക്ക് തന്നെ തീർച്ചയായും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വരും എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ജൂതന്മാരോട് പറയുമായിരുന്നു. അപ്പോ അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നുകളയാൻ വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിച്ച, നേരത്തെ പറഞ്ഞല്ലോ 12 ശിഷ്യന്മാർ, ആ 12 ശിഷ്യന്മാരിൽ ഒരാളെ അവർ വിലക്കെടുത്തു. യൂദാസിനെ അവർ വിലക്കെടുത്തു. യൂദാസിന് വെള്ളിക്കാശ് കൊടുത്തു, 30 വെള്ളിക്കാശ് കൊടുത്തു. ആ വെള്ളിക്കാശിന് തന്നെ പ്രത്യേകതയുണ്ട്, വെള്ളി പൈസയ്ക്ക് തന്നെ പ്രത്യേകതയുണ്ട്. അങ്ങനെ കൊടുത്ത് സ്വാധീനിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നുവെന്നാണ് ജൂതന്മാർ പറയുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഉയർത്തുകയും സത്യനിഷേധികളുടെ കൈകളിൽ നിന്ന് അല്ലാഹു തആല എന്നേക്കുമായി രക്ഷപ്പെടുത്തുകയും മാത്രമല്ല ഈസാ നബിയിൽ വിശ്വസിക്കുകയും ഈസാ നബിയെ പിന്തുടരുകയും ചെയ്ത ആളുകളെ സത്യനിഷേധികളെക്കാൾ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും ചെയ്യും. നാളെ ഖിയാമത്ത് നാളിൽ വ്യക്തമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഇടയിൽ വിധിതീർപ്പ് നൽകും എന്നാണ് പറയുന്നത്. പ്രവാചകന്മാരെ തള്ളിക്കളയുകയും സത്യത്തെ നിഷേധിക്കുകയും ചെയ്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും കഠിനമായി അവരെ ശിക്ഷിക്കും. പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞവർ, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവർ, പ്രവാചകന്മാരെ കൊണ്ടുവന്ന പരിശുദ്ധമായ ആദർശത്തെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞവർ, അതിനെ അവിശ്വസിച്ച ആളുകൾ, അവരാരായിക്കൊള്ളട്ടെ, അവരെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും കഠിനമായി ശിക്ഷ കൊടുക്കും. മാത്രമല്ല വമാ ലഹും മിൻ നാസിരീൻ, ഒരു സഹായികളും അവർക്കുണ്ടാവുകയില്ല, ഒരു സഹായികളും അവർക്കുണ്ടാവുകയില്ല. എന്നാൽ നേരെ മറിച്ചോ വഅമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഫയുവഫീഹിം ഉജൂറഹും, അവർക്ക് അല്ലാഹു തആല പ്രതിഫലത്തെ പൂർത്തീകരിച്ചു കൊടുക്കും അല്ലാഹു. മാത്രമല്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളെ ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല, അക്രമം പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് പറഞ്ഞു ദാലിക നത്ലൂഹു അലൈക, നബിയെ ഇത് നാം താങ്കൾക്ക് ഓതി തന്നതാണ്, താങ്കൾക്ക് നാം പറഞ്ഞ് ഓതി മനസ്സിലാക്കി തന്നതാണ്. മിനൽ ആയാത്തി, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് താങ്കൾക്ക് നാം ഓതി കേൾപ്പിച്ച ആയത്തുകളാണ് ഇതെല്ലാം. മാത്രമല്ല വദ്ദിക്രിൽ ഹകീം,
അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള യുക്തിഭദ്രമായ വചനങ്ങൾ കൂടിയാണ് ഇത്. അത് താങ്കൾ മനസ്സിലാക്കിക്കൊള്ളുക. നോക്കണേ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂജാതരാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈസാ നബി ഇവിടെ കടന്നുപോയി. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ വഹിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. ഈ അറിയിപ്പാണ് നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്തീയ പുരോഹിതന്മാരോട് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംവദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവങ്ങളെല്ലാം പറയുമ്പോൾ അവരുടെ ചിന്ത, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇഞ്ചീലിന്റെയും അതുപോലെ തന്നെ തൗറാത്തിലെയും വരികളിലേക്ക് അവരുടെ ചിന്തകൾ പോയി. അവർ അത്ഭുതപ്പെട്ടു പോയി. തൗറാത്ത് വായിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബി, ഇഞ്ചീൽ വായിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന് ഈ നമ്മുടെ വേദഗ്രന്ഥത്തിലുള്ള അഥവാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച് കിട്ടിയ ആ വേദഗ്രന്ഥത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു, എങ്ങനെ മനസ്സിലാക്കി? അതുകൊണ്ട് ഇദ്ദേഹം പ്രവാചകൻ തന്നെയാണ്, അള്ളാഹു ബോധനം നൽകിയതാണ് എന്ന് അവരിൽ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ അവർ വിശ്വസിക്കുകയുണ്ടായി. പ്രവാചകനിലും അവർ വിശ്വസിച്ചു. അങ്ങനെയാണ് ഈസാ നബിയിലും അവർ വിശ്വസിച്ചു. അതുപോലെ തന്നെ ശേഷം വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവർ വിശ്വസിക്കാനുണ്ടായ കാരണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഇത്രയും ദിവസങ്ങളിലായി അഥവാ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം മുതൽ, അവരുടെ പ്രസവം മുതൽ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവും അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനവും, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ ക്രൂരന്മാരായ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി ഉന്നതമായ മഹനീയമായ സ്ഥാനത്തിലേക്ക് അള്ളാഹു തആല എത്തിക്കുകയും ചെയ്തു. നാളെ ഖിയാമത്ത് നാള് വരുന്നതിന് തൊട്ട് മുമ്പ് അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരിച്ചു കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഉമ്മത്തിയായി, നബിയായിട്ടല്ല, നബിമാരുടെ പരമ്പര തീർന്നു, ക്ലോസ്. ഖാത്തമുൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ തങ്ങൾ വരെയുള്ളൂ നബിമാർ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഉമ്മത്തിയായിട്ടാണ്, ഒരു അനുയായിയായിട്ടാണ്. ആ അനുയായിയിൽ ഒരു നേതൃത്വമുണ്ട്, ഒരു അമീറുണ്ട്. ആ സ്ഥാനത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരിക. അൽഹംദുലില്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി പരിശുദ്ധമായ മദീനയുടെ റൗളയുടെ ഉള്ളിൽ ഖബർ ശരീഫിന്റെ ഇടം നേരത്തെ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും ഈസയും ബൈന അബീബക്കറിൻ വ ഉമറ, അബൂബക്കറിന്റെയും ഉമറിന്റെയും ഇടയിൽ നിന്ന് ഞങ്ങൾ ആദ്യമായി ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈസാ നബി എവിടെയാണ് വരുന്നത് എന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം എത്ര നാളായിരിക്കുമെന്നും അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുക, ഭൂമിയിൽ ചെയ്യുക എന്നും, അദ്ദേഹം മരണപ്പെടും, ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എവിടെയാണ് ഖബറടക്കം ചെയ്യപ്പെടുന്നത് എന്നും, ഏത് ഖബറിൽ നിന്നിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നേരത്തെ തന്നെ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ, കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ.